നമസ്കാരം. എന്തായാലും നാറി ഇനി എങ്ങനെയെങ്കിലും പാർട്ടി മുഖം രക്ഷിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ. പാർട്ടി ചിഹ്നം മരപ്പട്ടിയോ ഈനാമ്പച്ചിയോ ആക്കും മുമ്പുള്ള അവസാന ശ്രമം എന്നോണം ഒരൊന്നൊന്നര അടവുമായി ഇനി CPM രംഗത്തെത്താൻ പോകുകയാണ്. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന തരത്തിലൊരു വിദ്യ. നിലവിൽ KK ശൈലജയെ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് CPM നിർത്തിയതെന്നും ഇതിനെല്ലാം പിറകിലുള്ള കുരുട്ട് ബുദ്ധി മുഖ്യന്റേതാണെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവനെ ചതിച്ച പാർട്ടിയുടെ പതനമാണ് വരാൻ പോകുന്നതെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനാൽ ശൈലജയെ പാർട്ടി ഒരിക്കലും കൈവിടില്ല എന്ന് ഇനി ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുക മാത്രമാണ് പാർട്ടി മുഖം രക്ഷിക്കാനുള്ള ഏക മാർഗമെന്ന് മനസ്സിലാക്കി ആ ഒരു മാർഗത്തിലേക്ക് പോകുകയാണ് CPM എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുഖം മിനുക്കി പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പിണറായി സർക്കാരിന്റെ അവസാനത്തെ ശ്രമം എന്നോണം KK ശൈലജയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അണിയറയിൽ നടക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മന്ത്രിസഭയിലെ CPM മന്ത്രിമാരിൽ ചുരുക്കം ചിലരുടേത് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് മാത്രമല്ല തീരെ മോശമാണെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലും അണികൾക്കുള്ളിലും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിൽ ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. മന്ത്രി രാധാകൃഷ്ണന് പകരം മന്ത്രിയെ കണ്ടെത്തേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ അനുകൂലമാക്കി ചില മന്ത്രിമാരെ ഒഴിവാക്കാനും മറ്റു ചിലരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും തീരുമാനമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാറ്റമില്ലാതെ മുന്നോട്ട് പോയാൽ വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ദയനീയ പരാജയം തന്നെയായിരിക്കുക പ്രകടമാകുക എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരമൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും തോൽവിക്ക് ചെറുതല്ലാത്ത ഒരു കാരണമായി മാറിയിട്ടുണ്ടെന്നാണ് പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ. എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ CPM-ഉം LDF-ഉം മുതിരുമോ എന്ന സംശയം നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയെങ്കിലും പാർട്ടി മുഖം രക്ഷിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് അവർ ചെയ്യുക എന്നതാണ് വിലയിരുത്തൽ. മറ്റന്നാൾ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന. അതേസമയം സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പാർട്ടി കാര്യമായി ശ്രമിച്ചില്ല എന്ന കുറ്റപ്പെടുത്തൽ ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യവും ഈ യോഗത്തിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ വിഹിതത്തിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 109ലും UDF-നാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. LDF ഒന്നാം സ്ഥാനത്തെത്തിയത് വെറും 20 മണ്ഡലങ്ങളിൽ മാത്രമാണ്. ഇതിനേക്കാളേറെ CPM-നെ അലോസരപ്പെടുത്തുന്നത് 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നതാണ്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ആറ്റിങ്ങൽ, ഒല്ലൂർ, മണലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി തുടർ ഭരണം നേടിയെടുത്തത്. 41 സീറ്റുകൾ മാത്രമാണ് UDF-ന് ലഭിച്ചത്. BJP-ക്കാകട്ടെ സീറ്റ് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും LDF-ന്റെ വോട്ട് വിഹിതത്തിൽ ആ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു കുറവ് തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. വടകരയിൽ പാർട്ടി വോട്ടിൽ കനത്ത ചോർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ നിഗമനം. പാർട്ടി കോട്ടകളിൽ പോലും ഷാഫിക്കാണ് വോട്ട് പോയിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതുൾപ്പെടെ പാർട്ടി ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ട്.